ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചടപടയെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സേമിയ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യെല്ലാം ഒന്ന് ഉരുകി വരട്ടെ. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി. നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു അളവിനനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് പംകിൻ സീഡ്സ് കൂടി. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, ഓപ്ഷണലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേറെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പംകിൻ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഇതൊക്കെ വാങ്ങി വെക്കുമ്പോഴത്തേക്കും സ്പെഷ്യലായിട്ടൊരു സ്വീറ്റൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ചിങ്ങനെ ഭംഗിക്ക് വേണ്ടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് തണ്ണിമത്തൻ്റെ സ്വീറ്റ്സും കൂടി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് കളറൊന്നും പോകണം എന്നുള്ള ആവശ്യമൊന്നും ഇല്ല. അതായത് നല്ലതുപോലെ കളറൊക്കെ മാറിയിട്ട് വരണം അങ്ങനെയുള്ള ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കളർ ഗോൾഡൻ കളറിൽ വരില്ലേ, അപ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. വീട്ടിലെ സേമിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും ബാക്കിയുള്ള സീഡ്സൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുന്തിരിയും കൂടിയാണ്. അപ്പോൾ മുന്തിരി എപ്പോഴും ലാസ്റ്റ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരിയാണ് ഉള്ളത്, അതിൻ്റെ പേരിലാണ് ചേർക്കുന്നത്. അതല്ല നമ്മുടെ കയ്യിൽ മഞ്ഞ സാധാരണ ഉണ്ടല്ലോ, അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഇത് ലാസ്റ്റിൽ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബാക്കി നെയ്യ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതിലേക്ക് നമ്മളിതാ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത സേമിയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിലും ഏതിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഉള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. 1 കപ്പ് അളവിൽ നമുക്ക് 200 ഗ്രാം അളവിൽ ഇപ്പോൾ സേമിയ ഉണ്ടാവും. നല്ല നീളമുള്ള സേമിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. അതായത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറിൽ വരണം. അതുവരെയും ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. അതായത് നമുക്കിപ്പോൾ കടയിൽ നിന്ന് തന്നെ വറുത്തത് വാങ്ങാൻ കിട്ടും, നല്ലൊരു ഗോൾഡൻ കളറിലുള്ളത്. അങ്ങനെയുള്ള സേമിയാണ് നമ്മളിതിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ അതും ചെറിയ രീതിയിലൊന്ന് വറുത്തിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. കാരണം ഈ നെയ്യിലിട്ട് ചെറിയ രീതിയിൽ വഴറ്റിയെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 പേർക്കുള്ള സ്വീറ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ 2 പേർക്കൊക്കെയാണ് മതിയെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ മാത്രം സേമിയ എടുത്താൽ മതിയാവും. ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേമിയയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. നമ്മളിപ്പോൾ 1 കപ്പ് അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് വെക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു അളവിൽ. ഇനിയിപ്പോൾ വെള്ളം കൂടി പോയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം.
വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കളറും കൂടിയാണ്. അതായത് ഇപ്പോൾ തന്നെ ഇതിൽ കുറച്ച് ഒരു ഗോൾഡൻ കളർ ഉണ്ടാവും, പക്ഷേ കുറച്ചും കൂടി കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മഞ്ഞ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് കളർ ചേർക്കാം. ഏതായാലും പ്രശ്നമൊന്നുമില്ല, ഒരുപാട് കൂടി പോകണ്ട. അപ്പോൾ ഇതൊന്നുമില്ല, ഫുഡ് കളറൊന്നും ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള യെല്ലോയിഷ് കളർ കിട്ടും. ഈ കളറൊന്നും ചേർക്കാതെയാണെന്നുണ്ടെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളറിലായിരിക്കും നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സേമിയ എല്ലാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി തുടങ്ങും. അപ്പോൾ ഇനി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയിട്ട് നമ്മുടെ സേമിയ വേകാതെ ഇരിക്കും. അതിൻ്റെ പേരിലാണ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടിക്കോളും. നമ്മുടെ സേമിയയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇതിങ്ങനെ തിളച്ചിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം വെള്ളവും വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ മാത്രം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. അതങ്ങനെ നല്ലതുപോലെ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഒരു 3/4 കപ്പ് അളവിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ട് ഇതൊന്ന് ലൂസായി തുടങ്ങും. പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഏലക്ക പൊടിക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു ലൈറ്റായിട്ടുള്ള കളറുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഏലക്കയുടെ ഫ്ലേവറിന് പകരം കുറച്ച് വാനില എസൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാനിലയുടെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി തുടങ്ങുമ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തന്നെ ആ കളറൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇനി വേണ്ടത് കുറച്ചുകൂടി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം. എന്നുവെച്ചാൽ ഒരുപാട് വറ്റിച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹാർഡായി പോകും. അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്, ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഉണ്ടാവണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ചെറിയ രീതിയിലൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ടാണ് നമ്മുടെ ഈ സേമിയൊക്കെ ഉള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ നട്ട്സും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ സ്വീറ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ടൊക്കെ ഒരു സ്വീറ്റൊക്കെ വേണം തോന്നുമ്പോൾ ഇതുപോലെ നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.